എല്ലാവർക്കും നമസ്കാരം. 2024, 2025 എക്സാമിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഘട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ നിലവിലുള്ള യൂസറിനെ എഡിറ്റ് ചെയ്ത് ക്ലാസ് ടീച്ചറിന് പേര് നൽകുകയും ക്ലാസ് അസൈൻ ചെയ്യുകയും അതുപോലെ എക്സാമിൻ്റെ ആ ഒരു വിൻഡോ കാണുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ലോഗിനിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. പ്രവേശന ശേഷം ഇവിടെ എക്സാം എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സാമിൻ്റെ ആ ഒരു വിൻഡോയിലേക്ക് വരുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അസൈൻഡായി അവർ എക്സാമിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ അസൈൻ ഡിവിഷൻ ഫോർ ടീച്ചേഴ്സ് എന്നുള്ളതിന് താഴെ കംപ്ലീറ്റഡ് എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ യൂസർ വഴി എക്സാമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കംപ്ലീറ്റഡ് അല്ല എങ്കിൽ നിർബന്ധമായും എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ യൂസറിൽ പ്രവേശിച്ച് എക്സാം എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ പ്രൊഫൈൽ കാണേണ്ടതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ എമ്മിൻ്റെ പേര് കാണാം, അതുപോലെ മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ, ഇമെയിൽ, അഡ്രസ്സ്, പെന്ന്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സിഗ്നേച്ചർ ആഡ് ചെയ്യുകയും അതുപോലെ ഡിവിഷൻ എന്നുള്ളതിന് താഴെ കുട്ടികളുടെ എണ്ണം കൊടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഡിവിഷൻ എന്നുള്ള ഭാഗത്ത് കുട്ടികളുടെ എണ്ണം നൽകുന്നതാണ്. ഡിവിഷൻ്റെ എണ്ണം കാണാം. ഓരോ ഡിവിഷനിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ള എണ്ണമാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് കൊടുക്കേണ്ടത്. അത് കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഓരോ ഡിവിഷനുകളിലെയും കൃത്യമായി കുട്ടികളുടെ എണ്ണം, ബോയ്സ്, ഗേൾസ്, ഇത് കൃത്യമായി നോക്കി കൊടുത്ത് എല്ലാ ഡിവിഷനിലെയും കുട്ടികളുടെ എണ്ണം കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു ഗ്രീൻ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. ഇവിടെ സൈൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്യേണ്ടതില്ല എങ്കിലും മുകളിൽ കാണുന്ന ആ ഒരു പച്ച നിറത്തിൽ ക്രോപ്പ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഒന്ന് കൃത്യമായിട്ട് അവിടെ വരാൻ സഹായിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ടും ചെയ്യുക. അതിനുശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യുക. സിഗ്നേച്ചർ ആഡഡായി വന്നിട്ടുണ്ട്. സേവ് ആൻഡ് ഇനിഷിയേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്നു. വീണ്ടും നമുക്കിത് അത് തിരുത്താനായിട്ട് കഴിയില്ല. ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റാണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആണ് എങ്കിൽ നമുക്കിവിടെ യെസ് ഐ ആം ഷുവർ ഡേറ്റ ആർ കറക്റ്റ് എന്നുള്ളത് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ലോഗിനുള്ള പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ഇനി ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ലോഗിൻ വഴിയാണ് കുട്ടികളെ ചേർക്കേണ്ടത്. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.